നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുൻപാകെ പരാതിയായി നൽകുമെന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. സീതാറാമിൽ ദേശം പുലിക്കളി സംഘാടക സമിതി ഓഫീസ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. COA എന്റർപ്രണേഴ്സ് മീറ്റ് 24 സെപ്റ്റംബർ 5-ന് 10 മണിക്ക് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടത്തും. പുത്തൂർ പഞ്ചായത്തിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യ യാത്ര ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ രാജ്യദ്രോഹം അടക്കമുള്ള ഭീകര ക്രിമിനൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ഈ സർക്കാർ അധികാരത്തിൽ തുടരാൻ അവകാശമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം. കേരളത്തിലെ നിയമവാഴ്ച പൂർണ്ണമായും തകർന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത്, കൊലയാളി, മയക്കുമരുന്ന് സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതിനെല്ലാം ADGP നേതൃത്വം നൽകുന്നു. മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നു. ഇത് ദുരൂഹമാണെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഇന്നലെ വീട്ടിലെത്തി സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസുമായി ചർച്ച നടത്തിയതിനു ശേഷം ADGPക്കെതിരെ സ്ഥാനചലനം വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും ഈ ഗവൺമെന്റിനെ ന്യായീകരിച്ച് ഇത് തെറ്റിനെ അംഗീകരിക്കുന്ന ഗവൺമെന്റ് അല്ല എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നറിയാൻ കേരളത്തിലെ സമൂഹത്തിന് ആഗ്രഹമുണ്ട്. ഈ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ നിയന്ത്രണ ശക്തികളിൽ ഒരാളല്ലേ മിസ്റ്റർ PV അൻവർ? ഈ PV അൻവറിലൂടെയല്ലേ ADGPയുടെ ആസ്തിയെ കുറിച്ചുള്ള വിവരം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്? ശിവശങ്കരനെ പോലെ രണ്ടാം ശിവശങ്കരനാണ് ADGP അജിത് കുമാർ. അപ്പൊ ശിവശങ്കരനെ പോലെ അജിത് കുമാറിനെ എത്തിച്ചതിന്റെ പിറകിൽ പ്രവർത്തിച്ചവർ ശിവശങ്കരൻ കുറ്റക്കാരനാണ്, മാപ്പ് കൊടുക്കാൻ അർഹതയില്ലാത്ത ആളാണ്. അജിത് കുമാർ കുറ്റക്കാരനാണ്, മാപ്പ് അർഹിക്കുന്ന ആളല്ല. എന്നാൽ ഇവരിൽ മാത്രം അന്വേഷണം ഒതുങ്ങിയാൽ മതിയോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ CBIയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. കേരളത്തിൽ അതിന് തീരുമാനമെടുക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കണം. ശിവശങ്കരനെ പോലെ, അജിത് കുമാറിനെ പോലെ പിണറായി വിജയനെയും തെറ്റ് ചെയ്യിപ്പിച്ച അദൃശ്യ ശക്തികളെ കുറിച്ച് അന്വേഷിക്കാൻ CPIM തയ്യാറാവണം എന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ്. സീതാറാമിൽ ദേശം പുലിക്കളി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ AK സുരേഷ് അധ്യക്ഷനായി. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ, മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, സംഘാടക സമിതി പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ,
കോർഡിനേറ്റർ കെ കേശവദാസ്, മുൻ കൌൺസിലർ ഐ ലളിതാംബിക എന്നിവർ സംസാരിച്ചു. പുലിമുഖത്തിന്റെ മിഴി തുറക്കൽ മന്ത്രി രാജൻ നിർവഹിച്ചു. കയ്പമംഗലത്തുള്ള ബക്കർ ഫൗണ്ടേഷൻ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭാവന മന്ത്രി കെ രാജന് കൈമാറി. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഒരു ആചാരാനുഷ്ഠാനം പോലെ ഏത് ഘട്ടത്തിലും നമുക്ക് നടത്തേണ്ട ഒരു കലാരൂപം. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട കലാകാരന്മാരെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത. കൂടുതൽ ടീമുകളിലൂടെ പുലിക്കളിയെ തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ ആഗ്രഹം. ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് പുലിക്കളി പ്രത്യേകമായി തൃശ്ശൂരിൽ നിന്ന് ഏത് ഘട്ടത്തിലും ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന പൊതു നിലപാടാണ് ഞങ്ങൾ എല്ലാവരും എടുത്തത്. നിങ്ങളുടെ കൂടി നിർദ്ദേശവും നിങ്ങളുടെ കൂടി അഭ്യർത്ഥനയും മാനിച്ചാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് നമ്മൾ പോയത്. നേരത്തെ സുരേഷ് ഇവിടെ പറഞ്ഞതുപോലെ ഈ പുലിക്കളി ആഘോഷത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സംഖ്യയിൽ നിന്ന് നമ്മുടെ ചെലവ് കഴിച്ച് ബാക്കി വെക്കാൻ പറ്റുന്നതോ സഹായിക്കാനാകുന്നതോ ആയ ഒരു വിഹിതം വയനാട്ടിലെ ചൂരൽമലയിൽ ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്ക് നൽകും എന്ന പ്രതിജ്ഞയോടെയാണ് ഇന്നത്തെ ഈ പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം തന്നെ നമ്മൾ നടത്തിയത് എന്നുള്ളത് വളരെ വിശേഷമായി നമ്മുടെ പുലിക്കളി സീതാറാം മേഖലയിലെ നമ്മുടെ പുലിക്കളി സംഘം കേവലം പുലിക്കളി ആഘോഷങ്ങളിൽ മാത്രം പങ്കെടുക്കുന്ന ഒന്നല്ലെന്നും സാമൂഹിക പ്രതിബദ്ധതയോടെ ഇടപെടുന്ന മനുഷ്യരുടെ ഒരു സംഘമാണെന്നും പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അങ്ങനെ പുലിക്കളിക്ക് പിന്നിലുള്ള മനുഷ്യ മനസ്സ് ഉയർത്തി കാണിക്കാൻ, മാനവികത ഉയർത്തി കാണിക്കാൻ ശ്രമിച്ച ഈ സംഘത്തിന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക നന്ദിയും അഭിനന്ദനവും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുചേട്ടൻ തന്നെ ഇപ്പോൾ ഇവിടെ വിചാരിതമായിട്ടാണെങ്കിലും എത്തിപ്പെട്ടത്. COA എന്റർപ്രൈസ് മീറ്റ് 24 സെപ്റ്റംബർ 5 വ്യാഴാഴ്ച 10 മണിക്ക് തൃശൂർ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായി കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ സെപ്റ്റംബർ 5 ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 1500 കേബിൾ TV സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നു. സംരംഭക കൺവെൻഷന്റെ ഉദ്ഘാടനം രാവിലെ 10:30 തൃശൂരിൽ MP ബെന്നി ബെഹന്നാൻ നിർവഹിക്കും. സമാനതകളില്ലാത്ത സംരംഭകത്വ മാതൃകകളാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദശകങ്ങളായി സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. പ്രാദേശിക ക്ലസ്റ്ററുകൾ മുതൽ സംസ്ഥാന തലം വരെ ഒട്ടേറെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും മാധ്യമ സ്ഥാപനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർമാരും ഉൾപ്പെടെ 100 കണക്കിന് സംരംഭക കൂട്ടായ്മകൾക്ക് നേതൃത്വപരമായ പിന്തുണ നൽകുന്നത് COA ആണ്. രാജ്യത്തെ കേബിൾ TV വരിക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു വരുമ്പോഴും കേരള വിഷൻ തുടർച്ചയായ മുന്നേറ്റം കൈവരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള 5ാമത്തെ സേവനദാതാവായി കേരള വിഷൻ ഡിജിറ്റൽ TVയും 7ാമതെത്തിയ കേരള വിഷൻ ബ്രോഡ്ബാൻഡും സംസ്ഥാനത്ത് 1ാമതെത്തിയത് ഈ സംരംഭകത്വ മാതൃകയുടെ ഫലമാണ്. ഇന്ത്യയിൽ ഗ്രാമീണ മേഖലയിൽ BSNL കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഫൈബർ വഴി ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിച്ചതും ഈ സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷനാണ്. കേരള സമൂഹത്തിന്റെ വിശ്വാസവും അകമഴിഞ്ഞ പിന്തുണയും നേടാൻ കേരള വിഷന് സാധിച്ചതുകൊണ്ടാണ് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻ മൂലധന കമ്പനികളുടെ കടുത്ത മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് COAയുടെ സംരംഭങ്ങൾക്ക് ഈ നേട്ടങ്ങൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞത്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹന്റെ അധ്യക്ഷതയിൽ തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ ചേരുന്ന സംരംഭക കൺവെൻഷന്റെ ഉദ്ഘാടനം ബെന്നി ബെഹന്നാൻ MP നിർവഹിക്കും. തൃശൂർ MLA കെ ബാലചന്ദ്രൻ കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന്റെ കമേഴ്ഷ്യൽ ലോഞ്ചിംഗ് നിർവഹിക്കും. ഇസാഫ് ബാങ്കിന്റെ MD പോൾ തോമസ് സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ സംസാരിക്കും. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കിയ ആധുനികവൽക്കരണങ്ങളും ഫീച്ചറുകളും കൺവെൻഷൻ ചർച്ച ചെയ്യും. ഇതോടൊപ്പം സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരിക്കും. പ്രവേശനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമായിരിക്കും. കൺവെൻഷനു ശേഷം വൈകിട്ട് 5 മണി മുതൽ 2ാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും ഇതേ വേദിയിൽ വെച്ച് നടക്കും. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD സുരേഷ് കുമാർ PP, മാനേജിംഗ് എഡിറ്റർ ഇൻഫോമീഡിയ KV രാജൻ, COA തൃശൂർ ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
വരുന്ന 5-ാം തീയതി തൊഴിലാളികളുടെ മത്സരം നിർവഹിച്ച് കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാരെ സഹകരിച്ചുകൊണ്ട് കേരള ബ്രാൻഡ് രൂപപ്പെടുത്തുകയും ഇന്ന് ഇന്ത്യയിൽ ഡിജിറ്റൽ കേബിലിറ്റി മേഖലയിൽ 5-ാം സ്ഥാനത്തും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് മേഖലയിൽ 7-ാം സ്ഥാനത്തും കേരള കേരളത്തിലാണ്. മാത്രമല്ല ഗ്രാമീണ മേഖലയിൽ വയർ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ BSNL തൊട്ടുപുറകിലായി കേരള 2-ാം സ്ഥാനത്ത് ഇന്ത്യയിൽ എത്തി നിൽക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് ഈ എൻട്രൻസ് മീറ്റിനെ കേരള അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല ഈ വർഷത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് 5 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷനും അതുപോലെ തന്നെ 5 ലക്ഷം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കേരള മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേരള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. പുത്തൂർ പഞ്ചായത്തിലെ 2 പേരുടെ ജീവൻ തിരികെ പിടിക്കാൻ തൃശൂർ പുത്തൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യയാത്ര തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ 2-ാം വാർഡ് തോണിപ്പാറ സ്വദേശി വടക്കൂട്ട് പ്രമോദിന്റെയും നിമയുടെയും മകൻ 7 വയസ്സുള്ള ദക്ഷിൻ ബ്ലഡ് ക്യാൻസർ മൂലം തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. പുത്തൂർ പഞ്ചായത്ത് 6-ാം വാർഡ് കൊളാംകുണ്ട് സ്വദേശി പാറൂക്കാരൻ സുരേന്ദ്രൻ മണി എന്നിവരുടെ 29 വയസ്സുള്ള സുധി ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലുമാണ്. ഇരുവരുടെയും ചികിത്സയ്ക്ക് ഭീമമായ തുക ചിലവ് വരുമെന്നറിഞ്ഞതോടെ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും സഹായവുമായി രംഗത്തുവന്നു. തൃശൂർ, ഒല്ലൂർ, പുത്തൂർ, പൊന്നൂക്കര, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, കൊളാംകുണ്ട്, ചേരുംകുഴി എന്നീ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന 24ഓളം സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. ബസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഇന്നത്തെ വരുമാനവും തൊഴിലാളികളുടെ ശമ്പളവും ഉൾപ്പെടെ ചികിത്സാ നിധിയിലേക്ക് നൽകുകയാണ്. പുത്തൂർ സ്കൂളിന് സമീപം നടത്തിയ ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, സജിത് PS, തിലകൻ തേറമ്പിൽ, ശ്രീരാഗ് കാര്യാട്ട്, രാമചന്ദ്രൻ പുഞ്ചാടത്ത്, ബസ് ഉടമകൾ, സ്കൂൾ അധ്യാപകർ, PTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഇവരെ സഹായിക്കാൻ റവന്യൂ മന്ത്രി K. രാജൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധിയും രൂപീകരിച്ചു. താൽപര്യമുള്ളവർ കനറ ബാങ്ക് പുത്തൂർ ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ 1101 9427 8421, IFSC കോഡ് CNRB 003533 എന്ന അക്കൗണ്ടിൽ നൽകുക. പുത്തൂർ സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ നടത്തിയ ന്യൂസ് പേപ്പർ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക ഇരുവരുടെയും ചികിത്സാ നിധിയിലേക്ക് നൽകുന്നതിനായി ചടങ്ങിൽ ജില്ലാ കളക്ടർക്ക് കൈമാറി. രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നാട് ഒന്നാകെ ചേരുമ്പോൾ ആ ഒരു അവസരത്തിൽ പങ്കുചേരാൻ ഉള്ള അവസരം തന്നെയാണ് പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ഈ സംഘാടക സമിതിക്ക് നന്ദി അറിയിക്കുന്നത്. കാരണം ഇപ്പം 2 കുട്ടികളെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ദക്ഷിൻ ക്യാൻസർ മുഖേന ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുകയാണ്. സുധി കിഡ്നി പേഷ്യൻ്റാണ്. അപ്പോൾ ഇതിനായിട്ട് വലിയൊരു ചിലവ് ആവശ്യമുണ്ട് ഗവൺമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇതിനായിട്ട് എല്ലാവരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ടുള്ള പ്രയത്നം ഏകദേശം ഒരു മാസം മുന്നേ തന്നെ തുടങ്ങിയതായിട്ടാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു യാത്രയിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു മെസ്സേജ് എത്തിക്കാനും സാധിക്കും, കൂടുതൽ പേരുടെ സഹായം ഇവരിലേക്ക് എത്തിക്കാനും സാധിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതിനായിട്ട് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ബസ് ഉടമകൾക്കും ബസ്സിലെ തൊഴിലാളികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നൽകുന്നു. ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും ഇതിനായിട്ടുള്ള. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയുടെ പുത്തൻകാട് കപ്പേളയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിന് കൊടിയേറി. പള്ളിയിൽ വിശുദ്ധ കുർബാനയും പതാക സമർപ്പണവും നടത്തി. വൈകിട്ട് പുത്തൻകാട് കപ്പേളയിൽ ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ തിരുനാൾ കൊടിയേറ്റം നടത്തി. ലതീഞ്ഞും നൊവേനയും നടന്നു. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സമർപ്പണം എന്നിവ നടക്കും. സെപ്റ്റംബർ 8-ാം തീയതി ആഘോഷമായ പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് നേർച്ച പായസ വിതരണം. തിരുനാൾ കമ്മിറ്റി കൺവീനർ ബാബു വടക്കൻ, കൈക്കാരന്മാരായ ജോർജ് ചാണ്ടി, ബിജോ കുര്യൻ, ജിതിൻ തയ്യിൽ,
ക്ലിൻ ബേബി, മറ്റു തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്നവർക്ക് ധനസഹായം നൽകുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയുടെ ധനസഹായത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരും ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണയിൽ കഴിയുന്നവരുമായ വിധവകളായ സ്ത്രീകളെ സംരക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കാം. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടുള്ളതല്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 15 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള ICDS ഓഫീസുമായി ബന്ധപ്പെടുക. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. വയനാടിനായി ഒല്ലൂക്കര ബ്ലോക്ക് പ്രവാസി സഹകരണ സംഘം ഓണ ഉപ്പേരികളുടെ വിപണി തുറന്നു. സംഘം പ്രസിഡന്റ് വി ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS വിനയൻ, CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, വിവിധ സഹകരണ സംഘം ഭാരവാഹികളായ ഫ്രാൻസിസ് താടിക്കാരൻ, PV രാധാകൃഷ്ണൻ, പ്രിയ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പാപ്പച്ചൻ സ്വാഗതവും NB മോഹനൻ നന്ദിയും അറിയിച്ചു. ആദ്യം തന്നെ എല്ലാ ആശംസകളും നേരിടുക. ഓരോ സൂചിപ്പിച്ച പോലെ നമ്മൾ വയനാട് ദുരന്തത്തെ തുടർന്ന് ഗവൺമെൻറ് ആദ്യം പ്രഖ്യാപിച്ചത് ആഘോഷങ്ങൾ, ഓണാഘോഷം പൊതുവിൽ വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ ഗവൺമെൻറ് ചെലവിൽ നിന്ന് ഗവൺമെൻറ് ഖജനാവിൽ നിന്നും പണം മുടക്കി ഓണാഘോഷം സംഘടിപ്പിക്കാറുണ്ട്. ഔദ്യോഗികമായി
ആ ഓണാഘോഷം വേണ്ടെന്ന് വെക്കുക എന്ന രീതിയിലാണ്. അതേസമയം തന്നെ വയനാടിനെ അതിജീവിക്കണമെങ്കിൽ കേരളത്തിൽ മൊത്തം കച്ചവടങ്ങളും അതുപോലെ തന്നെ വ്യവസായങ്ങളും വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഒക്കെ അതിജീവിച്ചാൽ മാത്രമാണ് കേരളത്തിൽ മുന്നേറാനാണ്. കാരണം കോവിഡ് കാലത്ത് തന്നെ പലരും വാഷ് ഔട്ടായി പോയി കേരളത്തിൽ. കാരണം കഷ്ടിച്ച് പിടിച്ചു നിന്നിരുന്ന പല കച്ചവടക്കാരും അവിടെ അസ്തമിച്ചു പോകുന്ന സ്ഥിതിയില്ല. വെള്ളപ്പൊക്കം ഇങ്ങനെ തുടങ്ങിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് നടുനിവർന്ന് വരുമ്പോഴാണ് ഓണം ഒരു പ്രത്യേകിച്ചും കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന രീതിയിൽ ഓണം ആഘോഷിക്കുന്നവരാണ് മലയാളികൾ. സ്വാഭാവികമായും ഗവൺമെൻറ് പിന്നീട് തീരുമാനമെടുത്തു ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നും പണം മുടക്കി ആർഭാടമായ ഓണാഘോഷങ്ങൾ വേണ്ട. അതേസമയം സാധാരണ മനുഷ്യരുടെ കേരളത്തിലെ ഓണം നല്ല രീതിയിൽ തന്നെ നടക്കണം. 38ാമത് കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇന്റർ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ കേരള പോലീസ് ചാമ്പ്യന്മാർ. തൃശൂർ സിറ്റിക്ക് 3 മെഡൽ. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 38ാമത് കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്റർ ക്ലബ്ബ് വിഭാഗത്തിൽ 272 പോയിന്റ് നേടി കേരള പോലീസ് ചാമ്പ്യന്മാരായി. റെയിൽവേസ്, ആർമി, കേരള പോലീസ്, എയർഫോഴ്സ് കൂടാതെ 14 ജില്ലകളിൽ നിന്നുള്ള മറ്റു ക്ലബ്ബുകൾ എന്നീ വിഭാഗങ്ങളിൽ നിന്നും 400-ലധികം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കേരള പോലീസ് ടീമിന് വേണ്ടി 7 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. തൃശൂർ സിറ്റിയിൽ നിന്നും പങ്കെടുത്ത 3 പേരിൽ വിജീഷ് CD 61 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡലും, സ്റ്റിജോ ജോസ് 81 കിലോ വിഭാഗത്തിൽ സിൽവർ മെഡലും, അരുൺ KH പ്ലസ് 109 വിഭാഗത്തിൽ സിൽവർ മെഡലും കരസ്ഥമാക്കി. 3 പേരും ഛത്തീസ്ഗഡിൽ വെച്ച് സെപ്റ്റംബർ 23 മുതൽ നടക്കുന്ന ഓൾ ഇന്ത്യ പോലീസ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കുന്നതിനുള്ള യോഗ്യത നേടി. അകമലയിൽ നിയന്ത്രണം വിട്ട കാർ പാടത്തേക്ക് മറിഞ്ഞ് വയോധിക മരിച്ചു. ചേലക്കര പട്ടാണിപ്പറമ്പിൽ തുണ്ടത്തിൽ സൂസമ്മ വർഗീസാണ് ഇന്നലെ പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. 72 വയസ്സായിരുന്നു. സൂസമ്മ ഉൾപ്പെടെ 4 യാത്രക്കാരുമായി പുലർച്ചെ 2:30 വന്ന കാർ നിയന്ത്രണം വിട്ട് വയലിന് സമീപമുള്ള തോട്ടിലേക്ക് മറിഞ്ഞു. ക്യാൻസർ രോഗിയായ സൂസമ്മയുടെ ചികിത്സാർത്ഥം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രാമധ്യേയാണ് അപകടം. ഒപ്പം സഞ്ചരിച്ച ജിൻസി എന്ന യുവതിക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഡ്രൈവറും മറ്റൊരു സഹയാത്രികനും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേവസ്വം ബോർഡിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ക്ഷേത്രംവക തരിശുഭൂമിയിൽ ചെടികൾ നട്ട് ഹരിതാപമാക്കുന്ന ഹരിത കേരളം മിഷന്റെ പദ്ധതിയായ ദേവഹരിതം, പച്ചത്തുരുത്ത്, ദേവഹരിതം, എള്ള് കൃഷി എന്നീ പദ്ധതികൾ പുന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചവടി മഹാക്ഷേത്രത്തിന്റെ 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഹരിത കേരളം മിഷൻ ഔഷധ സസ്യ ബോർഡിൽ നിന്നും HDFC ബാങ്ക് വഴി ലഭ്യമാക്കിയ തൈകൾ നട്ടുകൊണ്ട് എള്ള് വിത്ത് വിതച്ചുകൊണ്ടും തുടക്കം കുറിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ എള്ള് വിത്ത് വിതറി അമ്പലത്തിലേക്ക് ആവശ്യമുള്ള പൂജാ പുഷ്പങ്ങളുടെ തൈകൾ നട്ട് ഫലവൃക്ഷ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ C ദീദിക വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിസ്ന ലത്തീഫ് തുടങ്ങി കുടുംബശ്രീ അംഗങ്ങളും തദ്ദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. തെങ്ങിന് തടം, മണ്ണിന് ജലം. ജില്ലാതല ഉദ്ഘാടനം പുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പഞ്ചവടി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് 4 ഏക്കറോളം വരുന്ന സ്ഥലത്ത് MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം മിഷന്റെ തനത് പദ്ധതിയായ തെങ്ങിന് തടം, മണ്ണിന് ജലം ക്യാമ്പയിൻ ഭൂജലനിരപ്പ് ഉയർത്തുന്നതിന് സഹായകരമായ ജലസംരക്ഷണ പ്രവർത്തനമാണ്. തെങ്ങുകൾക്ക് വിളപരിപാലനം എന്നതിലുപരി തെങ്ങിൻ തടങ്ങൾ ജലസംഭരണ സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ C ദീദിക പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ബ്ലോക്ക് മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. എരവിമംഗലം പ്രദേശത്ത് പരക്കെ മോഷണം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന ഓട്ടുവിളക്കുകൾ മോഷണം പോയി. പുത്തൂർ എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, മച്ചിങ്ങൽ കുടുംബക്ഷേത്രം, കുമരപുരം മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രം, തിരുമാന്താംകുന്ന് ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന് മുന്നിലെ ദീപസ്തംഭങ്ങളിലെ ഓട്ടുവിളക്കുകൾ കവർന്നു. എരവിമംഗലം സ്വദേശി മഠത്തുംപിടി പോളിന്റെ വീടിന്റെ വാതിൽ കുത്തി തുറന്ന നിലയിലാണ്. നഷ്ടപ്പെട്ട ഓട്ടുവിളക്കുകൾക്കൊന്നിന് 50,000 രൂപ വില വരും. ഇത്തരത്തിൽ 5 വിളക്കുകൾ കവർന്നു. ക്ഷേത്ര കമ്മിറ്റി വിവരമറിയിച്ച് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഈ ദീപസംഭവം. അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഒരു 2 മണിക്കും 3 മണിക്കുള്ളിലാണ് ഇത് കൊണ്ടുപോയതായിട്ടാണ് മനസ്സിലാവുന്നത്. ഞങ്ങളുടെ ക്ഷേത്ര ജീവനക്കാരൻ വന്ന് എണ്ണ ഒഴിക്കാൻ നോക്കിയപ്പോഴാണ് വിളക്കില്ലാത്ത അറിഞ്ഞത്. അപ്പോൾ എല്ലാ കമ്മിറ്റിക്കാരും വിളിച്ച് ഒല്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഇന്നലെ തന്നെ അവരെത്തുകയും
വേണ്ട നടപടി എടുക്കാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വന്നവർ വീണ്ടും പരിശോധനകൾ നടത്തി പോയിട്ടുണ്ട്. അടുത്തന്നെ വേറൊരു അമ്പലത്തിൻ്റെയും ഇവിടെ 200 മീറ്റർ അപ്പുറത്ത് മച്ചിങ്ങൽ തറവാട്ട് ക്ഷേത്രമുണ്ട്. അവിടെ 2 ദീപസ്തംഭങ്ങൾ ഇതേമാതിരി തന്നെ ഇതേപോലത്തെ കളവ് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്. പിന്നെ തൊട്ടപ്പുറത്തൊരു വീട്ടിൽ കളവ് നടന്നിട്ടുണ്ട്, അതൊരു 100 മീറ്ററിൽ തന്നെ. അതേമാതിരി തന്നെ ഒരു മാസം മുന്നേ തന്നെ ഇവിടെ ശിവൻ്റെ കുമരപുരം അമ്പലത്തിൽ ഇതേ ദീപസ്തംഭം ഇതേപോലെ തന്നെ ഒരാൾ ഉയരത്തിലുള്ള ദീപസ്തംഭം കൊണ്ടുപോയി ഇതേമാതിരി അഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ 4 ക്ഷേത്രങ്ങളിൽ ഈ നടത്തറ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട് ഇതേ കളവ്. അതെന്തുതന്നെയായാലും അത് കണ്ടുപിടിച്ച് പോലീസ് അധികാരികളിലേക്ക് എത്തിക്കണമെന്നാണ് ക്ഷേത്രം എന്നുള്ള ലെവലിൽ നമുക്ക് പറയാനുള്ളത്. ഒരു വാഹനത്തിന് ഒന്നിലധികം RC ബുക്കുകൾ ലഭിക്കുന്ന ആശങ്കയിൽ വാഹന ഉടമകൾ. അവണൂർ വെളപ്പായ സ്വദേശിയായ ബൊലേറോ ജീപ്പ് ഉടമ പ്രതിഷേധമായി രംഗത്തെത്തി. പൊതുപ്രവർത്തകൻ കൂടിയായ തോമസ് പുത്തിരിക്കാണ് വാഹനത്തിന് 2 RC ബുക്കുകൾ ലഭിച്ചത്. വിവരം പുറംലോകം അറിഞ്ഞതോടെ വിഷയത്തിൽ ഗതാഗത വകുപ്പ് സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് വാഹന ഉടമകളുടെ ആവശ്യം. മറ്റൊരാളിൽ നിന്ന് വാങ്ങിയ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനായി RT ഓഫീസിൽ അപേക്ഷ നൽകിയ തോമസിന് ഒരു മാസത്തിനിടെ 2 RC ബുക്കുകൾ ലഭിച്ചു. ഇതാണ് നാട്ടുകാർ ഉൾപ്പെടെ അമ്പരന്നത്. ഇത്തരത്തിൽ കൂടുതൽ പേർക്ക് ഒരു വാഹനത്തിന് ഒന്നിലധികം RC ബുക്കുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ വ്യാപക ദുരുപയോഗത്തിന് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥയാണ് സംഭവത്തിന് കാരണമാകുന്നത് എന്നാണ് വാഹന ഉടമകളുടെ ഭാഷ്യം. ഞാൻ ഏപ്രിൽ മാസം ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് RC ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് 25/6/2024 ഒരു RC അനുവദിക്കുകയും അത് 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റലിൽ വരികയും ചെയ്തു. അത് കഴിഞ്ഞ് 29-ാം തീയതി ഓഗസ്റ്റ് മാസം 29-ാം തീയതി വീണ്ടും ഒരു മെസ്സേജ് വന്നു. അത് കഴിഞ്ഞ് 31-ാം തീയതി ഞാൻ വീണ്ടും കൈപ്പറ്റി. അപ്പോൾ പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് RC ബുക്കാണെന്ന് അറിയുന്നത്. ഒരു വണ്ടിക്ക് 2 RC ബുക്ക് അനുവദിക്കുന്നത് തെറ്റായ തീരുമാനമാണെന്നും ഇത് പലർക്കും അയച്ചിട്ടുണ്ടാവാമെന്നും അയച്ചിട്ടുണ്ടെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടാകും എന്ന് ഉറപ്പുള്ളതാണ്. എന്നാൽ ഈ ഉദ്യോഗസ്ഥനെതിരെ ഗതാഗത മന്ത്രി നടപടി സ്വീകരിക്കണമെന്നും തുടരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെടുകയാണ്. വാട്ടേഴ്സ് കേരള വാട്ടർ എക്സ്പോ സെപ്റ്റംബർ 27-28 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. കേരളത്തിലെ ജലശുദ്ധീകരണ രംഗത്തെ സംരംഭകരുടെ സംഘടനയായ വാട്ടേഴ്സ് കേരള സംഘടിപ്പിക്കുന്ന 2ാമത് വാട്ടർ എക്സ്പോ സെപ്റ്റംബർ 27-28 തീയതികളിൽ കൊച്ചി ആശിഷ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഹൈബി ഈഡൻ MP, തോമസ് MLA എന്നിവർ മുഖ്യാതിഥികളാകും. ജലശുദ്ധീകരണ രംഗത്തെ പുത്തൻ ആശയങ്ങളും ഉൽപ്പന്നങ്ങളും എക്സ്പോയിൽ പ്രദർശിപ്പിക്കും. ജലശുദ്ധീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന രാജ്യത്തെ പ്രമുഖ കമ്പനികൾ അവരുടെ പുതിയ ആശയങ്ങളും പ്രോഡക്റ്റുകളും പരിചയപ്പെടുത്തും. ജലശുദ്ധീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംരംഭകർ പങ്കെടുക്കും. എക്സ്പോയിൽ പ്രവേശനം സൗജന്യമാണ്. വാർത്താസമ്മേളനത്തിൽ വാട്ടേഴ്സ് കേരള സംസ്ഥാന പ്രസിഡന്റ് അനൂപ് മാധവൻ, എക്സ്പോ ചെയർമാൻ ദേവദാസ്, ജനറൽ സെക്രട്ടറി സാനു ഉണ്ണി, ട്രഷറർ റാഹിദ് അഴീക്കോട്, വൈസ് പ്രസിഡന്റ് പോൾസൺ CR എന്നിവർ പങ്കെടുത്തു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682.
കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാകാര സംഘം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ വാർഷികാഘോഷം കേരളവർമ്മ വായനശാല ഹാളിൽ വെച്ച് പെരിങ്ങോട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്താംപാട്ട് കലാകാര സംഘം വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് എം.എ. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. രക്ഷാധികാരി മച്ചാട് സുബ്രഹ്മണ്യൻ ആദരിക്കുന്ന കലാകാരന്മാരെ പരിചയപ്പെടുത്തി. വി.കെ. ശിവരാമൻ, മച്ചാട് സുബ്രഹ്മണ്യൻ, മച്ചാട് തങ്കരാജ്, രഞ്ജിത്ത് അകമല എന്നിവർ സംസാരിച്ചു. വൈദ്യസഹായം, അസുഖങ്ങളായ കാര്യങ്ങൾ അവരെ 4000 രൂപ ഓൾറെഡി പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 50 രൂപയാണ് മാസം അടയ്ക്കണ്ടോ. 18 വയസ്സ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ചേരാം. 50 വയസ്സ് കഴിഞ്ഞവർക്ക് ചേരാം. മകളെ കല്യാണത്തിന് 25,000 രൂപ കൊടുക്കുന്നുണ്ട് ധനസഹായം. ഞാൻ വാങ്ങിക്കുന്നതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേർത്ത് 270 ആളെപ്പോൾ ക്ഷേമനിധിയിൽ എൻ്റെ കയറോട്ട് ചേർത്തിരിക്കും. കാരണം നമുക്കതിന് വേറൊരു ബെനിഫിറ്റും ഇല്ല. കലാകാരന് ക്ഷേമനിധി ചേർത്ത് കൊടുക്കുമ്പോൾ സന്തോഷം എന്നുള്ള മനസ്സിലുണ്ട്. വേറൊരു പ്രത്യേകിച്ചൊരു കൈക്കൂലിയുടെ ആവശ്യമില്ല. നമ്മൾ കൃത്യമായി രേഖകൾ തയ്യാറാക്കുക. ആ തയ്യാറാക്കി അവിടെ ക്ഷേമനിധി ഓൺലൈനിലായിട്ട് അയക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാമെങ്കിലും ഓരോരുത്തർക്ക് പോസ്റ്റിലേക്ക് ഞാൻ ഇട്ട് തരാം. പിന്നെ കടലാസുകൾ വേണം. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ശാസ്താംപാട്ട് കലാകാരനാണെന്ന് വിളിക്കുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങുക. പഠിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി, ഇതൊക്കെ ഓൺലൈനിൽ കൊണ്ട് കൊണ്ട് ചെയ്യുക. അവിടെ ചെന്ന് ചേർത്ത് ഓൺലൈനിൽ ചെയ്യും. ഗ്രീൻ ബാരിയേഴ്സ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ സെപ്റ്റംബർ 5 മുതൽ 8 വരെ ലളിതകലാ അക്കാദമിയിൽ നടക്കും. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 55 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് പങ്കെടുക്കുന്ന ചിത്ര പ്രദർശനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ ഇനം പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. കാടിനെക്കുറിച്ചും ജീവജാലങ്ങളെക്കുറിച്ചും കൂടുതൽ അറിവ് നേടാൻ പുതുതലമുറയ്ക്ക് അറിവ് പകർന്നു നൽകാൻ ഈ അവസരം ഉപകരിക്കും. വാർത്താ സമ്മേളനത്തിൽ പി. മധുസൂദനൻ, കെ. പി. നൌഷാദ്, അഭിജിത്ത് വാര്യർ, സി. വി. ശ്രീനി, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിന് മുന്നിൽ വെച്ച് പിക്കപ്പ് വാൻ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. വിലങ്ങന്നൂർ പായ്ക്കണ്ടം അരീക്കൽ തോമസിന്റെ ഭാര്യ 62 വയസ്സുള്ള ലീലാമയാണ് മരിച്ചത്. തൃശൂർ മണ്ണുത്തി ദേശീയപാതയിൽ 2023 മാർച്ച് വരെ 4459 അപകടങ്ങളിൽ 720 പേർക്ക് ജീവഹാനി സംഭവിച്ചു. പരിക്കേറ്റവർ ഇതിലേറെ. ജനത്തിരക്കേറിയ ജംഗ്ഷനുകളിൽ അടിപ്പാതയില്ല. ഇത്തരം അപകടങ്ങളിൽ മാത്രം 666 അപകടങ്ങളിൽ 177 പേർ മരിച്ചു. സർക്കാർ ഇതൊരു നേട്ടമായി കണക്കാക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുൻപാകെ പരാതിയായി നൽകുമെന്ന് BJP നേതാവ് ശോഭ സുരേന്ദ്രൻ. സീതാറാമിൽ ദേശം പുലിക്കളി സംഘാടക സമിതി ഓഫീസ് മന്ത്രി കെ. രാജൻ ഉദ്ഘാടനം ചെയ്തു. COA എന്റർപ്രണേഴ്സ് മീറ്റ് 24 സെപ്റ്റംബർ 5-ന് 10 മണിക്ക് തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടത്തും. പുത്തൂർ പഞ്ചായത്തിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യ യാത്ര ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.